ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഓൺലൈനിൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. നിലവിൽ കുറഞ്ഞ റേറ്റിൽ ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആമസോൺ. നിങ്ങളുടെ അറിവിൽ കുറഞ്ഞ റേറ്റിൽ ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന പ്ലാറ്റ്ഫോമുകളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാവുന്നതാണ്. അപ്പോൾ ആമസോണിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ആമസോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. തുടർന്ന് മുകളിൽ ട്രാവൽ എന്നത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓപ്പണായി വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് മുകളിലായി ലെഫ്റ്റ് കോർണറിൽ ഫ്ലൈറ്റ് എന്ന് കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ അവിടെ കാണാം, വൺ വേ അതുപോലെ തന്നെ റൗണ്ട് ട്രിപ്പ്. വൺ വേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വൺ സൈഡായിട്ട് ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ റൗണ്ട് ട്രിപ്പ് എന്നുള്ള ഓപ്ഷൻ. ഞാൻ എടുക്കുന്നത് ഒരു വൺ വേ ടിക്കറ്റാണ്, അതായത് ഒരു സൈഡിലേക്ക് മാത്രം പോകാനുള്ള ടിക്കറ്റാണ്. അത് കോഴിക്കോട് നിന്ന് ദോഹയിലേക്കാണ് ഞാൻ എടുക്കുന്ന ടിക്കറ്റ്. അവിടെ അത് വ്യക്തമായി എൻ്റർ ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ട ഡേറ്റ് അവിടെ വ്യക്തമായി എൻ്റർ ചെയ്തതിന് ശേഷം ഫൈൻഡ് ഫ്ലൈറ്റ്സ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത ദിവസത്തിൽ അവൈലബിൾ ആയ എല്ലാ ഫ്ലൈറ്റുകളും അവിടെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ കണക്ഷൻ ഫ്ലൈറ്റുകളുണ്ടാകും, അതുപോലെ തന്നെ ഡയറക്റ്റ് പോകുന്ന ഫ്ലൈറ്റുകളുണ്ടാകും. അപ്പോൾ ഡയറക്റ്റ് പോകുന്ന ഫ്ലൈറ്റുകൾ കാണുന്നതിന് വേണ്ടി താഴെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഓൺലി എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോകുന്ന ഫ്ലൈറ്റുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ സെലക്ട് ചെയ്ത ദിവസം 2 ഫ്ലൈറ്റുകളാണ് ഡയറക്റ്റായിട്ട് പോകുന്നത്. ഒന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്സും അതുപോലെ തന്നെ ഖത്തർ എയർവേസും. ഞാൻ ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യ എന്നാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഫ്ലൈറ്റ് സെലക്ട് ചെയ്താൽ നമുക്ക് ഈ ഫ്ലൈറ്റിൻ്റെ ടൈം, അതുപോലെ തന്നെ ഇവരുടെ ലഗേജ് പോളിസി, എത്ര വെയിറ്റൊക്കെയാണ് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുക എന്നത് വളരെ കൃത്യമായിട്ട് അവിടെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവിടെ വ്യൂ ബഗേജ് ആൻഡ് ക്യാൻസലേഷൻ പോളിസിയിൽ നമുക്ക് ബഗേജ് എത്ര കൊണ്ടുപോകാൻ സാധിക്കുന്നുവെന്നും അതുപോലെ തന്നെ ക്യാൻസലേഷൻ പോളിസിയിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് റീഫണ്ട് ലഭിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഞാനിപ്പോൾ സെലക്ട് ചെയ്ത ഫ്ലൈറ്റിൽ 20+7 ആണ്, അതായത് 20 കിലോ ലഗേജ് വെയ്റ്റും 7 kg ഹാൻഡ് ബഗേജ് വെയ്റ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഏത് രാജ്യത്തേക്കാണോ പോകേണ്ടത് ആ രാജ്യത്തിൻ്റെ വിസ റിക്വയർമെൻറ്റ്സും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യക്തമായ വിസ ഇല്ലാതെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് യാതൊരുവിധ ഉപയോഗവുമില്ല. അത് കാരണം അത് വളരെയധികം ശ്രദ്ധിക്കുക. തുടർന്ന് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ടിക്കറ്റ് എടുക്കേണ്ട പാസഞ്ചർ ഡീറ്റെയിൽസ് ആണ് അടുത്തതായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. ഞാനിവിടെ ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുള്ള കാരണം ഞാൻ ആളെ സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പുതിയ ഒരാളെ ആഡ് ചെയ്യാൻ താഴെ ആഡ് പേഴ്സൺ എന്നുള്ള ഓപ്ഷനുണ്ട്. പാസഞ്ചർ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള അതേ ഡീറ്റെയിൽസ് സെയിം തന്നെയായിരിക്കണം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് പാസഞ്ചർ നെയിം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് വേണം ഇതിൽ എൻ്റർ ചെയ്യാൻ. അപ്പോൾ പാസഞ്ചറെ സെലക്ട് ചെയ്തുകൊണ്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും ഈ ടിക്കറ്റിൻ്റെ റേറ്റ്, പ്രൈസ് എത്രയാണെന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. തുടർന്ന് നിങ്ങൾ കണ്ടിന്യൂ എന്നത് ക്ലിക്ക് ചെയ്യുക. അടുത്ത് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് സീറ്റ് സെലക്ഷനാണ്. ഇവിടെ 2-3 തരത്തിലുള്ള കാറ്റഗറിയിലുള്ള സീറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എക്സൽ എന്ന് പറയുന്നതാണ് ഈ ഫ്ലൈറ്റിലെ ഏറ്റവും വലിയ സൗകര്യമുള്ള സീറ്റ്. ഇതിന് നിങ്ങൾക്ക് ഇതിൻ്റെ വിൻഡോ സീറ്റ് ലഭിക്കണമെങ്കിൽ ഒരു 2000 ഇന്ത്യൻ റുപ്പീസ് നിങ്ങൾ അഡീഷണൽ ആയിട്ട് പേ ചെയ്യേണ്ടി വരും. നോർമൽ വിൻഡോ സീറ്റിനാണെങ്കിൽ ഒരു 280 റുപ്പീസാണ് നിങ്ങൾ അഡീഷണൽ ആയിട്ട് പേ ചെയ്യേണ്ടത്. ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സീറ്റുകളുടെ റേറ്റ് പല ഫ്ലൈറ്റുകളിലും പല റേറ്റുകളായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇത് ഞാനിപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ റേറ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 250 രൂപ അഡീഷണൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വിൻഡോ സീറ്റ് നിങ്ങൾക്ക് ഉറപ്പുവരുത്താവുന്നതാണ്. അല്ലെങ്കിൽ ബോർഡിങ്ങിൻ്റെ ടൈമിൽ അവിടുത്തെ സ്റ്റാഫുമായി നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതുമാണ് വിൻഡോ സീറ്റിന് വേണ്ടി. ഇവിടെ ഫ്രീ ആയിട്ട് കാണിക്കുന്നത് ആ ഗ്രീൻ കളറുള്ള സീറ്റുകളാണ്. അത് നിങ്ങൾക്ക് ഗ്രീൻ കളർ സെലക്ട് ചെയ്യണമെങ്കിൽ ഗ്രീൻ കളർ സെലക്ട് ചെയ്തുകൊണ്ട് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ചാർജസ് ഉള്ള സീറ്റാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് ആഡ് ചെയ്തുള്ള ഫൈനൽ പ്രൈസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. തുടർന്ന് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ആമസോൺ പേ ബാലൻസോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫൈനൽ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് സക്സസ് ആയതിനു ശേഷം നിങ്ങൾക്ക് PNR നമ്പറും ഇൻവോയ്സും ഫ്ലൈറ്റ് ടിക്കറ്റും ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻവോയ്സിൻ്റെയും അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെയും ഒരു കോപ്പി നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിലിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. ഇവിടെ ആമസോൺ മേക്ക് മൈ ട്രിപ്പ് ഗ്രൂപ്പുമായി അസോസിയേറ്റ് ചെയ്തിട്ടാണ് ടിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ മേക്ക് മൈ ട്രിപ്പ് ആപ്ലിക്കേഷനേക്കാളും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ആമസോൺ പേയിൽ നിന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ ഏറ്റവും ചീപ്പസ്റ്റ് രീതിയിൽ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന വെബ്സൈറ്റോ ആപ്ലിക്കേഷനോ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫർമേഷൻ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.